ഏട്ടൻ ഇത് കഴിച്ചത് കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. അദ്ദേഹം താലി കെട്ടിയ ഭാര്യ ഞാൻ. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരുമിച്ചൊന്ന് പുറത്തു പോകാൻ പോലും കഴിയുന്നില്ല. എന്റെ തലയില് എന്തിനാ ഇങ്ങനൊരു വര വരച്ചത് ദൈവമേ? എന്റെ കൂടെ ഇപ്പോൾ ഉണ്ടാവേണ്ടത് ആവനിയായിരുന്നു. ആവനി സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം. അപ്പൊ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. ഇതിപ്പോ ഇവളോടൊപ്പം കറങ്ങേണ്ടി വരുന്നു. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾക്ക് സാരമായ കേടുപാടുകളുണ്ട്. ഉടനെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവും. എല്ലാം കൂടെ ചേർത്ത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും ചിലവ് വരും. എന്ത് പറയണോന്നറിയാതെ പാവം വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഇപ്പൊ എനിക്ക് പറയാനായിട്ടൊരു മറുപടി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ഫോണിൽ നിന്നെടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ചേച്ചി പേടിക്കുമല്ലോ. ചേച്ചി, നീ ഇങ്ങോട്ട് എന്നെ വിളിക്കുന്നത് വരെ ഞാൻ നിന്നെ വിളിക്കണ്ടെന്ന് കരുതിയതാ. പക്ഷേ ഡോക്ടർ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നത് കൊണ്ട് പേടിച്ചിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. ശ്രീകരനോട് ചോദിക്കാന്ന് പറഞ്ഞില്ലേ? ചോദിച്ചിരുന്നു ആവനി? ശ്രീകരേട്ടൻ വീട്ടിലേക്ക് എത്തി. പിന്നീട് ഒരു അത്യാവശ്യ കാര്യമായിട്ട് പുറത്തേക്ക് പോയി. വീട്ടിലെത്തിയ ഉടനെ സംസാരിക്കാം ചേച്ചി. എങ്ങനെയെങ്കിലും ഞാൻ പൈസ അറേഞ്ച് ചെയ്തോളാം. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. സൗമ്യക്ക് എപ്പ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടാ എന്റെ പേടി. ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിലും മകൾക്ക് വേണ്ടി എല്ലാം സഹിച്ച് ജീവിക്കുന്നവളാ ഞാൻ. എന്റെ മകളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരു നിമിഷം ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ചേച്ചി, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം എന്റെ മകളാ. അങ്ങനെയുള്ള എന്റെ മകൾ തന്നെ ഇല്ലാതായ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും? ദൈവം നമുക്ക് വലിയ വലിയ പരീക്ഷണങ്ങൾ തന്നിട്ട് ഒരുപാട് കാലമായില്ല ചേച്ചി. അതുകൊണ്ടാ ഇങ്ങനൊരു ബുദ്ധിമുട്ട് കൊണ്ടുവന്ന് തലയിലിട്ട് തന്നത്. നേരിടുന്നത് നമ്മുടെ ചെറുപ്പം തൊട്ടേ നമുക്ക് ശീലമായതല്ലേ. സൗമ്യക്കൊന്നും സംഭവിക്കില്ല. നാളെ എന്തായാലും പണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. കേട്ടില്ലേ? നിന്റെ ജീവിതം തന്നെ ഇങ്ങനെയാ. അത് പോരാഞ്ഞിട്ടാ ഇപ്പൊ ഈ ഭാരം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നെ. നിവർത്തിയില്ലഞ്ഞിട്ടാ നിന്നെ ആശ്രയിക്കേണ്ടി വരുന്നേ. എന്നോട് ക്ഷമിക്കാവനി. എന്താ ചേച്ചി പറയുന്നത്? നിന്നോട് ഞാനിപ്പോ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ എന്റെ ഹൃദയത്തിന് ആ ഭാരം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ നിന്നോട് ക്ഷമ ചോദിക്കുന്നത്. ശ്രീകരേട്ടൻ ഉറപ്പായിട്ടും ഇക്കാര്യം മനസ്സിലാക്കും. ഇന്ന് എത്ര നേരം വൈകിയാലും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും.
ഏട്ടാ, പ്രഭാകർ ഫോൺ ചെയ്യുന്നുണ്ട്. പ്രഭാകർ സാർ പറയൂ. എമൗണ്ട് ഇവിടെയുണ്ട്. നിങ്ങൾ ഓഫീസിലേക്ക് എത്ര മണിക്ക് എത്താന്ന് പറഞ്ഞോളൂ, ഞാൻ കൊടുത്തു വിടാം. ഓക്കെ ഓക്കെ, ശരി. ഇതാച്ചാ. താങ്ക്സ് മോളെ. മോളെ നിഹാരിക, ഇന്നലെ അമ്മ തന്ന 10 ലക്ഷം രൂപ എടുത്തുണ്ടോ, റെന്റ് അയക്കാനുണ്ട്. ശരി അച്ഛാ. രാധാ. ദാ വരുന്നച്ചാ. എന്താ അച്ഛാ വിളിച്ചേ? ഇപ്പോ the game begins. രാധാ, എന്റെ ഫ്രണ്ട് പ്രഭാകരനെ ഒരു 10 ലക്ഷം ഏൽപ്പിക്കണം. ശ്രീകർ രാവിലെ തന്നെ പുറത്തേക്ക് പോയതാ. നീ അവനോട് പോയി കൊടുത്താ മതി. ശ്രീകരേട്ടനുമായിട്ട് രാത്രി സംസാരിക്കാന്ന് വെച്ചപ്പോ നടന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ചേച്ചി ടെൻഷനായിട്ടിരിക്കായിരിക്കും. അവനി, ഈ അസ്ത്രം ഞാൻ പ്രയോഗിക്കാൻ പോവാണ്. തയ്യാറായിട്ട് ഇരുന്നോ നീ. അമ്മേ, പച്ചക്കറിയൊക്കെ തീർന്നു. വരുമ്പോ അതുകൂടെ വാങ്ങണേ. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ. എന്തു പറ്റി മോളെ? ഇതിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും പൈസ എടുത്തായിരുന്നോ? ഇല്ലല്ലോ. അമ്മ എടുത്തായിരുന്നോ? എടുത്ത ഞങ്ങൾ പറയാതിരിക്കും മോളെ. അമ്മ, ഇതിൽ നിന്നും ഒരു 5 ലക്ഷം മിസ്സായിട്ടുണ്ട്. എന്ത്? അമ്മ തന്ന പൈസ ഞാൻ അതുപോലെ കൊണ്ടുവച്ചതാ. നേരം വെളുത്തപ്പോഴേക്കും പാതി പണം എങ്ങനെ മിസ്സായതെന്ന് മനസ്സിലാവുന്നില്ല. എന്താ, നമ്മുടെ വീട്ടില് മോഷണം നടന്നെന്നോ? അങ്ങനെയല്ലേ പറഞ്ഞേ? നമ്മുടെ വീട്ടിൽ നിന്ന് ആരും മോഷ്ടിക്കാനാ? നീ പോയി ശരിക്കൊന്ന് നോക്കുമോളെ. അയ്യോ, ഞാൻ മൊത്തം നോക്കിയതാച്ചാ. എടുത്താ 10 ലക്ഷം എടുക്കണ്ടേ? 5 ലക്ഷമായിട്ട് എടുക്കുന്ന എന്തിനാ? നമ്മുടെ പണമാ. അത് മോഷ്ടിക്കേണ്ട ആവശ്യം നമുക്കില്ല. പുറത്തു നിന്ന് വന്ന ആരുടെയെങ്കിലും പണിയായിരിക്കും. പുറത്തുനിന്ന് വന്നത് അവനെ ഒരാൾ മാത്രമല്ലേ? അപ്പോ നീയും പുറത്തു നിന്നുള്ള ആള് തന്നെയല്ലേ? ആയിരിക്കും. പക്ഷേ നിന്നെ പോലെ 4 ദിവസം നിന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ട പെണ്ണൊന്നും അല്ലല്ലോ. എനിക്ക് അവനെ തന്നെയാ സംശയം തോന്നുന്നത്. എനിക്കും അതെ. എന്താണെന്ന് വെച്ചാ, ലാസ്റ്റ് ടൈം ഞാൻ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തപ്പോ 10,000 രൂപ മുക്കിയതല്ലേ? ഇതിനെയാ ഞങ്ങള് പാല് കൊടുത്ത കൈക്ക് കൊത്തുവാന്ന് പറയുന്നത്. ആവണി അങ്ങനെ ചെയ്യില്ല. ആരും അവളെ സംശയിക്കരുത്. അവനെയാണ് എടുത്തതെന്ന് എനിക്ക് ഉറപ്പായിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റുമമ്മേ. അതിനെന്താ തെളിവ്? അവനിയുടെ ഫ്രണ്ട് ഒരു സുജാതയില്ലേ, അവർ അവനിയോട് 5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് അവന് വാക്കും കൊടുത്തിരുന്നു. ഞാനത് നേരിട്ട് കണ്ടതാ. നമ്മുടെ ദേവിയാണ് സത്യം. നീ പറയുന്നത് ശരിക്കും സത്യമാണോ? അമ്മയുടെ പേര് പറഞ്ഞ ആരെങ്കിലും കളവ് പറയൂ ചേച്ചി? നീ അങ്ങനത്തെ ഒരു പെണ്ണല്ലല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അവനോട് ചോദിച്ചു നോക്ക്. നിഹാരിക പറയുന്നത് സത്യമാണോ? സത്യമാണ് ആന്റി.
കണ്ടില്ലേ കണ്ടില്ലേ അവളെ കട്ടെടുത്തെന്ന് അവള് സമ്മതിച്ചു. ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിച്ചിട്ടില്ല. സുജാത ചേച്ചി ക്യാഷ് ചോദിച്ചപ്പോ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാന്ന് മാത്രം വാക്ക് കൊടുത്തു. നിനക്ക് തന്നെ തിന്നാനും ഉടുക്കാനും വഴിയില്ലാഞ്ഞിട്ടാ നീ ഇവിടെ വന്ന് താമസിക്കുന്നത്. നീ 5 ലക്ഷം കൊടുക്കാവെന്ന് എങ്ങനെയാ വാക്ക് കൊടുത്തേ? ഏതെങ്കിലും ബാങ്ക് കുത്തിപ്പൊളിക്കാമെന്ന് കരുതിയിരുന്നോ? ആ പ്ലാനാണെന്ന് തോന്നുന്നു. അത് പറ്റാത്തത് കൊണ്ട് അവൾ ഈ വീടൊന്ന് മാർക്ക് ചെയ്തു. ആ പണം തൂക്കുകയും ചെയ്തു. ആ പണവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ആന്റി. വേണമെങ്കിൽ അമ്മയുടെ മേൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. ആ പൈസ കൊണ്ടുപോയി നീ സുജാതയ്ക്ക് കൊടുത്തോ? മര്യാദയ്ക്ക് പോയത് വാങ്ങിയിട്ട് വാ. ആന്റി നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. ഭാഗ്യമുണ്ട്, നിന്നെ വെച്ച് വിശ്വാസം എന്നൊരു പടം എടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇതുപോലൊരാളെ നമ്മുടെ വീട്ടിൽ നിർത്തണോ അമ്മേ? എന്നാണെങ്കിൽ ഇതൊരു പ്രശ്നം തന്നെയല്ലേ? നമുക്ക് പുറത്തേക്ക് പറഞ്ഞേക്കാം. എന്ത് ചെയ്യാനാ മോളെ? ആരുടെ തെറ്റ ആരുടെ കുറ്റം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാ. കൂടെ നിൽക്കേണ്ടവർ ഒറ്റപ്പെടുത്തി കളഞ്ഞ ഒറ്റപ്പെട്ട മാൻ കുഞ്ഞിന് പേടി കാണില്ല അങ്കിൾ. ഇപ്പൊ എന്റെ അവസ്ഥയും അതുപോലൊക്കെ തന്നെയാണ്. ഇങ്ങനെ അഭിനയിക്കുന്നവരെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നം. ഇവിടെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നതാ നല്ലത്. നീ അതെങ്ങാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പറ മോളെ. എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിയുമായിരിക്കും. നിങ്ങളത് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കള്ളി ഉണ്ടാകാൻ പാടില്ല. ഞാൻ തന്നെ പുറത്താക്കിക്കോളാം. പുറത്തേക്ക് ഇറങ്ങിപ്പോ. നിഹാരിക, നിഹാരിക, നിഹാരിക. ആ പണം അവൻ എടുത്തിട്ടില്ല അമ്മേ. എങ്ങനെ പറയാൻ പറ്റും? എടുത്തത് ഞാനായതുകൊണ്ട്. ഓഫീസിൽ ഒരു ആവശ്യം വന്നപ്പോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഒരു മാസം കൊണ്ട് ഞാൻ തിരിച്ചു തരും. ശ്രീകരേട്ടൻ പറയുന്നത് കള്ളമാണ്. അവനെടുത്തതെന്ന് അവൻ പറഞ്ഞ അത് കള്ളമാവുന്ന എങ്ങനെയാ മോളെ? നീ ഈ കാര്യം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ ആവനെ സംശയിക്കേണ്ട കാര്യം ഉണ്ടാവുന്നില്ലല്ലോ. ഈ ഇടയായി സത്യം എന്താണെന്നറിയാതെ ഒരു ദയവില്ലാതെ സംസാരിക്കുന്നേ. ജസ്റ്റ് ഒന്ന് മുന്നും പിന്നും ആലോചിച്ച് നോക്കച്ചാ. കള്ളനെന്നും കള്ളിയെന്നും വിളിക്കാൻ എളുപ്പമാ, പക്ഷെ അതിന്റെ ഇമ്പാക്ട് എത്രയെന്നറിയോ? നിഹാരിക, ഇനി മേലെ ആവനിയെ പറ്റി തെറ്റായി നീ സംസാരിക്കരുത്. ഇനിയും ഇത് ആവർത്തിച്ച ഇതിന്റെ ഫലം മറ്റൊന്നായിരിക്കും. കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇതുപോലൊരു വാണിംഗ് ആരെങ്കിലും കൊടുക്കുവോ? തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാ ആരോടാണെങ്കിലും ഞാൻ ഇങ്ങനെ പെരുമാറൂ. അവനി അവനി
വച്ച 5 ലക്ഷം രൂപ എവിടെ പോയി? എന്തു പറ്റി? എന്താ തിരയുന്നത്? ചേച്ചി, അത് ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് നിർത്തുന്ന നീ ഇങ്ങനെ പേടിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്താ മറച്ചു വെച്ചത്? എന്താ നഷ്ടപ്പെടുത്തിയതെന്ന് പറ. ഒരു 5 ലക്ഷം രൂപ ഇവിടെ കാണാനില്ല. അഞ്ച് ലക്ഷോ? നിന്റെ കയ്യിൽ അത്രയും പണം എവിടുന്ന് വന്നു? ഇനിയിപ്പോ ആവണി എടുത്തു എന്ന് പറഞ്ഞ ആ 5ഉം ഈ 5ഉം ഒന്നല്ലല്ലോ. അത് തന്നെ കാവ്യം. എന്താ ഉണ്ടായെന്ന് നീ ഒന്ന് വിവരിച്ചു പറ. ആവിനോട് സുജാത പൈസ ചോദിക്കുന്നത് കണ്ട ഉടനെ തന്നെ വീട്ടിലേക്ക് വന്ന് അമ്മ എടുത്തു വെക്കാൻ പറഞ്ഞ 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം എടുത്ത് മാറ്റി ഇവിടെ വച്ചിരുന്നു. ആ ആവനിയെ പെടുത്താൻ ഉപകാരപ്പെടുമെന്ന കരുതിയത്. എന്നിട്ടിപ്പോ അത് കാണുന്നുമില്ല. ശ്രീകരേട്ടനാണെങ്കിൽ സ്വയം എടുത്തതാണെന്ന് എല്ലാവരുടെ മുമ്പിൽ സമ്മതിച്ചു. മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം എടുക്കില്ല. അദ്ദേഹം ആ ആവനിയെ സേഫാക്കാൻ വേണ്ടി അങ്ങനെ ഒരു കളവ് പറഞ്ഞതാണെന്നാ തോന്നുന്നത്. ശരിക്കും ഈ പൈസ ഇത് എവിടെ പോയി? നിങ്ങളെങ്ങാനും എടുത്തിരുന്നോ രാധച്ചേട്ടാ? ഹലോ, എന്താ ഈ പറയുന്നേ? ഷെയർ മാർക്കറ്റിലെ കിങ്ങാ ഞാൻ. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. കയ്യിലൊരു 5 ലക്ഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഷെയർ കൂടെ വാങ്ങിച്ചു വെക്കാന്ന് അന്ന് പറഞ്ഞത് ഓർമ്മയില്ല അളിയ? ഇനി അഥവാ 5 ലക്ഷം ഉണ്ടേ, ഒരാഴ്ച ഒന്ന് ബാങ്കോക്കിലേക്ക് പോയി റിലാക്സ്ഡ് ആയിട്ട് വരാമെന്ന് നിങ്ങളും പറഞ്ഞതല്ലേ അളിയ? എനിക്ക് നിങ്ങളെയാ സംശയമുള്ളത്. പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അങ്ങനൊന്നും എടുത്തിട്ടില്ല നിഹാരിക. സത്യം, നീയാണ് സത്യം നിഹാരിക. ചേച്ചി എങ്ങാനും എന്താ തമാശ കളിക്കുവാണോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ലാവണ്യ ഞാൻ, ബൈ ബർത്ത് ഗോൾഡൻ സ്പൂൺ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെ സംശയിച്ചു കഴിഞ്ഞാ നീ വിവരം അറിയും. എന്നെയോ എന്റെ മകളെയോ സംശയിച്ചു കഴിഞ്ഞാ ഇപ്പൊ തന്നെ പോയി ഞാൻ എന്റെ അമ്മയോട് ഈ കാര്യം പറയും. മനസ്സിലായോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളല്ലെങ്കിൽ പിന്നെ ആര് വന്ന് എടുക്കാനാണെന്ന് പറ. ഏയ്, പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നിനക്കെന്താ ഭ്രാന്താണോ? കള്ളന്മാരെല്ലാരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അയ്യോ പോട്ടെ, പാവെന്ന് കരുതി ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്തപ്പോ നമ്മളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നേന്ന് കേട്ടോ ചേച്ചി? അതാ നോക്കുന്നേ. നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് ഇവളെ പുറത്താക്കി കഴിഞ്ഞാ അവള് നരകിക്കുമെന്ന് അവള് മനസ്സിലാക്കിയിട്ടില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയുന്ന പോലെ അവസാനം നമുക്കിടയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. ആ അവനിയെ കൊടുക്കാൻ നോക്കിയിട്ട് നീ ഇപ്പൊ പെട്ട പോലെയായി. അതല്ല, ഇങ്ങനൊരു പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഒരു വാക്കെങ്കിലും നിനക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ? ഗ്രൂപ്പ് ഡിസ്കഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നിഹാരിക. ആ എമൗണ്ട് ഞങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഭദ്രമായിട്ട് എടുത്തു വെക്കുമായിരുന്നല്ലോ. നിങ്ങളോട് പറഞ്ഞ കാര്യം ലീക്ക് ആവുന്ന ഞാൻ കരുതിയത്. സക്സസ് ആയ ശേഷം പറയാന്നാ വിചാരിച്ച്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല. ആ പൈസയുടെ കാര്യം പുറത്തു പോയി ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. നല്ല കാര്യമായിപ്പോയി. അപ്പോ ശരിക്കും ആ പണം എവിടെ പോയി? എനിക്കെന്തോ ശ്രീകറിന്റെ മേല് നല്ല ഡൗട്ട് തോന്നുന്നുണ്ട്. ശ്രീകരേട്ടൻ എന്നെ സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതായിരിക്കോ? അല്ലെങ്കിൽ ശരിക്കും അദ്ദേഹം ഓഫീസിലെ കാര്യത്തിന് ആ പണം ഉപയോഗിച്ചു കാണൂ? പൈസ നിങ്ങളെടുത്തെന്ന് നിങ്ങൾ പറഞ്ഞു. അത് സത്യമാണോ? ഓഫീസിലെ ആവശ്യത്തിന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞതാ. എന്തിനാ ഇത്രയും വലിയ കള്ളം പറഞ്ഞത്? തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ഫയൽ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ എന്താ ഉണ്ടായെന്നറിയോ?